ഹലോ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വിഭവമായിട്ടാണ് നമ്മൾ വന്നേക്കണത്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു സാധനം, അതായത് സുലഭമായി ഇപ്പം പോകുന്നത് ലോക്ക്ഡൌണിലൊക്കെ പോകുന്ന ഒരു സാധനമാണ് ചക്കയാണ്. വേറെ ഒന്നുമില്ല, ചക്ക. അത് ചക്കയിൽ നമ്മൾ വെറൈറ്റി ഒരു ടേസ്റ്റ് കണ്ടെത്തുകയാണ്. അത് നമ്മൾ നോർമൽ ചക്ക വേവിച്ച് കഴിക്കുന്ന പോലല്ല, അതിൽ ഇച്ചിരി കൂടെ നമ്മൾ മോഡിഫൈ ചെയ്തൊക്കെ ചക്കനെ എടുത്ത്, പക്ഷെ ആ ടേസ്റ്റ് ഒരു സൂപ്പർ ടേസ്റ്റ് ആണ്. അത് ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത് ചേട്ടനാണ്. പക്ഷെ ഞാൻ റെസിപ്പി ചെയ്യണമെന്ന് പറയാനായിട്ട് ഞാൻ ഇതിന് എല്ലാം പറഞ്ഞു കൊടുക്കാണ്. ക്യാമറ ഞാൻ പിടിക്കണതുകൊണ്ടേ, അപ്പൊ ലിഷേനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യിക്കണത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ ചക്കയൊന്ന് വേവിക്കണം. ഒരു വിസില് ചെയ്ത് ചക്കയൊന്ന് വേവിക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ ചക്ക നമ്മൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് ആവശ്യത്തിന് വേണ്ടി മാത്രം. നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണമെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണം. അതിന്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് അന്നേരം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം. കൂടുതൽ കുറച്ച് ചക്ക എടുത്താണ് ചെയ്യുന്നത്, അന്നേരം അതിൻ്റെതായ അനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ചക്ക ഒന്ന് വേവിച്ചിട്ട് വരാം. അപ്പൊ നമ്മള് ചക്ക വേവിക്കാൻ പോവാണ്. ഈ ചക്ക കുക്കറിലിട്ട് അതിൻ്റെ അകത്തോട്ട് ചക്ക വേവാൻ ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ച്, പിന്നെ ആവശ്യത്തിന് ഉപ്പും, ചക്ക വേവാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഒരു വിസിലേ ആവാവൂ, അല്ലെങ്കിൽ ചക്ക അങ്ങ് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു പോകും. നമുക്കിത് ലാസ്റ്റ് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചക്കയിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി 2 മുട്ട എടുക്കും. അതിപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ചക്ക എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 2 മുട്ട. നിങ്ങൾ ചക്ക കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഉള്ള ഇൻഗ്രീഡിയൻസും എടുക്കണം. പിന്നെ അതുപോലെ അതിൻ്റെ അകത്തേക്ക് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്, കുഞ്ഞതായിട്ട് എരിഞ്ഞത്. പിന്നെ 3 കുഞ്ഞുള്ളിയാണ് എടുത്തേക്കുന്നത് ഇവിടെ, അതുകൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുവാണ്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് മുട്ട നന്നായിട്ട് അടിച്ചെടുക്കണം. അത് എന്നിട്ട് നമുക്ക് കൊത്തിപ്പൊരിച്ചെടുക്കണം മുട്ട. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ട് മുട്ട നമുക്ക് കൊത്തിപ്പൊരിച്ചെടുക്കാം. ഷേപ്പൊന്നും നോക്കണ്ട, നമ്മളിപ്പോൾ കുത്തിപ്പിടിച്ചെടുക്കാനായിട്ടുള്ള ഇതിൻ്റെ നല്ല ഷേപ്പായിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കുത്തിപ്പിടിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് ഇവിടെ ചക്ക അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ ഇത് പോവാണ്. എങ്ങനെയാ ഇത് ശരിയാക്കണേന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇത് ചക്ക ഇതിലേക്ക് ഇടാം. ചക്ക മോഡിഫൈ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് പറ്റിയിട്ട് നമുക്ക് അങ്ങനെ ചക്കയിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഈ മുട്ട നമ്മൾ ബുൾസൈ അടിച്ച് വെച്ചിട്ടുണ്ട്. ആ ബുൾസൈ അടിച്ച് വെച്ച മുട്ട നമ്മൾ ഇതിലേക്ക് ഇടാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണത്. നന്നായിട്ട് മിക്സ് ചെയ്യണം.
അപ്പോൾ നമ്മൾ ചക്ക കുറച്ച് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് രണ്ട് മുട്ട മാത്രം പുളിസി അടിച്ചത്. അല്ല ഓംലേറ്റ് അടിച്ച് കൊത്തിപ്പൊരിച്ചെടുത്തത്. ബുൾസി അല്ല കേട്ടോ, ബുൾസി അടിക്കരുത്. അതിന് ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ ഉള്ളിച്ചാറ് നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഉള്ളിച്ചാറ് മിക്സ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സവോള എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രേവി ആക്കി എടുത്താൽ മതി. അത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയോ ബാക്കിയുള്ള എന്തിൻ്റെ ഗ്രേവി ഒഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ചിക്കൻ്റെ ഗ്രേവി വേണമെങ്കിൽ ഇതിലൂടെ നല്ല ടേസ്റ്റ് ആവും. നമുക്കിവിടെ ചിക്കൻ്റെ ഗ്രേവി ഉണ്ട്, ചിക്കൻ്റെ ഗ്രേവി നമ്മൾ ഒഴിക്കണം. ഇപ്പോൾ ചിക്കൻ്റെ ഗ്രേവി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്താണ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടോ. ഇതിലേക്ക് 2 പീസൊക്കെ വന്നതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഇതിനും കൂടി നല്ല ടേസ്റ്റ് ആവും കഴിക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണത്. ചക്കയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഉടയണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നമ്മുടെ ഇന്നത്തെ വിഭവം ഏകദേശം ശരിയായിട്ടുണ്ട്. അത് നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ സംഭവം നമ്മൾ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഒരു സവോള നമ്മൾ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞുണ്ട്, അതിങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് വിതർന്നു. അതുപോലെ തന്നെ മല്ലിയില ഉണ്ട്. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം, അല്ലാത്തവർക്ക് ഇടണമെന്നില്ല, ഇത് ഇടാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. എന്തായാലും ലിഷ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഫസ്റ്റ്. അതെ, എനിക്കും അതെ, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഞാനും കഴിച്ചേക്കാം. സൂപ്പർ, എന്താ പറയുന്നില്ല, എല്ലാ വട്ടത്തിനെക്കാട്ടി സൂപ്പർ ആയിട്ടുണ്ട് ഇന്നത്തെ. എനിക്ക് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നല്ലൊരു ഡിഷാണ്. നല്ലൊരു ഡിഷ് എന്ന് പറഞ്ഞാൽ നല്ല ഡിഷാണ്. ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ചക്ക തീരാറായി കാണും. ഞങ്ങളുടെ അവിടെ ചക്കയൊക്കെ തീരാറായപ്പോഴാണ് ആൾ ഈ റെസിപ്പി കൊണ്ട് വന്നത്. അതുവരെ ചക്ക ഇവിടെ ആവശ്യത്തിനുണ്ടായിരുന്നപ്പോൾ ഈ റെസിപ്പി ഇല്ലായിരുന്നു, തീരാറായപ്പോഴാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പൊ ചിക്കന്റെ ഗ്രേവി ആണെങ്കിൽ ചിക്കന്റെ ഗ്രേവി ഒഴിക്കാം ലാസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കപ്പയിലും ചെയ്യത്തില്ലേ? കപ്പയിലും ചെയ്യാം. കപ്പയിൽ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ എല്ലാ സ്ഥലത്തും ചെയ്യുന്നുണ്ട്, കടകളിലൊക്കെ കിട്ടും നമുക്ക്. അതുമാതിരി തന്നെ ചക്കയിൽ ചെയ്തിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ സാധനമാണ്, എന്തായാലും ട്രൈ ചെയ്യാം. അപ്പൊ എന്തായാലും ചാനൽ കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.